ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതാണ് അഡ്വക്കേറ്റ് അനിൽകുമാർ മറുപടി പറയേണ്ട ചോദ്യം. അതോടൊപ്പം ഇതുകൂടി അങ്ങ് കേൾക്കൂ. കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂർ. കല്യാശ്ശേരിയിൽ 9884 നിന്ന് 7834 വോട്ടുകളാണ് കൂടി 17688 മാറിയത്. ഓർമ്മിക്കണേ, കല്യാശ്ശേരിയാണ്, CPM-ന്റെ കോട്ടയാണ്. അവിടെ നോക്കൂ, പയ്യന്നൂരിൽ 9268 നിന്ന് 18466. തൃശ്ശൂർ പറയാൻ ജാഗ്രത കാണിച്ച മുഖ്യമന്ത്രി കണ്ണൂരിലെ പയ്യന്നൂരിലെയും കല്യാശ്ശേരിയിലെയും കാര്യം വിട്ടുപോയി. തൃക്കരിപ്പൂരിൽ BJP വോട്ട് 8682 നിന്ന് 17000 വോട്ടായിട്ടാണ് ഉയർന്നത്. കാഞ്ഞങ്ങാട്ട് BJPയുടെ വോട്ട് 20000 നിന്ന് 29000 ഉദുമയിൽ 23000 നിന്ന് 31000 ഉയർന്നു. അപ്പോൾ CPM-ന്റെ കോട്ടകൊത്തളങ്ങളിൽ BJP കയറി തുടങ്ങി. അതാണ് പയ്യന്നൂരിൽ 26 വോട്ടുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 440 വന്നു എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അപ്പോൾ മാറ്റം ചെറുതല്ല അഡ്വക്കേറ്റ് അനിൽകുമാർ. ഈ വർഗീയതയുടെ വേലിയേറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് പുതിയ കാര്യമല്ല. നരേന്ദ്രമോദി സർക്കാരിൻ്റെ 10 കൊല്ലക്കാലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് വർഗീയതയുടെ അധിനിവേശം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വർഗീയതയുടെ അധിനിവേശം ഉണ്ടായതുകൊണ്ട് എനിക്ക് ആ നാടും ആ നാട്ടിലുണ്ടായ കാര്യങ്ങളും അപരിചിതമായിരിക്കുന്നു എന്ന് നെഹ്റുവിൻ്റെ ഒരു കത്ത് 1948 ഗോവിന്ദ വല്ലഭ കുന്ദൻ എഴുതി ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അത് അയോധ്യയിൽ ബാബർ മസ്ജിദിനകത്ത് ഒരു രാമവിഗ്രഹം തിരികെ കയറ്റിയ രാത്രിയിൽ ആ സംഭവം പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുതിയ കത്താണ്. അന്ന് ഫൈസാബാദ് മണ്ഡലത്തിൽ സോഷ്യലിസ്റ്റ് നേതാവായ ആചാര്യൻ നരേന്ദ്രദേവിനെ തോൽപ്പിക്കാൻ അന്ന് കോൺഗ്രസ് കാണിച്ച ഒരു പരിപാടിയാണത്. അത് പിന്നീട് ഇന്ത്യയിൽ എവിടെ വരെ എത്തി? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ RSS പോലും അപലപിക്കുന്ന തരത്തിലാണ് മുസ്ലിം മതവിദ്വേഷം പ്രചരിപ്പിച്ചത്. ആ മതവിദ്വേഷത്തിൻ്റെ ഭാഗമായ വെറുപ്പിൻ്റെ ഉൽപ്പാദനമല്ലേ നടക്കുന്നത്? വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചാൽ വിവേകം ഉണ്ടാവും ആളുകൾക്ക്. ആളുകൾ ജീവിതാനുഭവം വെച്ചാണ് വോട്ട് ചെയ്യുന്നത്. അയോധ്യയിൽ വർഗീയതയുടെ ആ വേലിയേറ്റം താഴേക്ക് പോയപ്പോൾ വർഗീയതയുടെ വേലിയേറ്റം നമ്മുടെ നാട്ടിലുണ്ടായി. ആലപ്പുഴയിൽ എന്താ നടന്നത്? അവലും പലരും കരുതിക്കോ, കുന്തിരിക്കം കരുതിക്കോ. ആരാ വിളിച്ചത്? SDPI. അവരെവിടെയാണ് വോട്ട് ചെയ്തത്? നിങ്ങൾ ഈ കോൺഗ്രസിൻ്റെ വോട്ടിനകത്ത് എണ്ണുമ്പോൾ SDPIയുടെ വോട്ട് എവിടെ പോയി? SDPIക്ക് 2004 തെരഞ്ഞെടുപ്പിൽ അവരുടെ മുദ്രാവാക്യം കേരളത്തിൽ 4ാം സ്ഥാനത്ത് ഞങ്ങളെന്നാണ്. വെൽഫെയർ പാർട്ടിയുടെ വോട്ട് എവിടെ പോയി? അങ്ങനെ SDPIയും വെൽഫെയർ പാർട്ടിയും അടക്കമുള്ളവരിൽ ഏത് മുന്നണിയിലാണ് നിലയുറപ്പിച്ചത്? ആർക്കാണ് പിന്തുണ കൊടുത്തത്? ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് പ്രതിഫലന നിലയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേലിയേറ്റം ഉണ്ടാകും വർഗീയതയുടെ. ആ വർഗീയതയുടെ വേലിയേറ്റം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന മനുഷ്യരിലും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഈ കേരളം മതനിരപേക്ഷമാക്കി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും നിൽക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഈ വേലിയേറ്റം ഉണ്ടാക്കിയ കാലഘട്ടങ്ങളിൽ വർഗീയതയുടെ വേലിയേറ്റമാണ് ഇപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞ് ആളുകൾ ചിന്തിക്കട്ടെ. ചിന്തിച്ചപ്പോൾ വോട്ട് ചെയ്തവർക്ക് തന്നെ അല്പം കുറ്റബോധം ഉണ്ടാവും. ഈ വർഗീയതയുടെ വേലിയേറ്റത്തിൻ്റെ ഭാഗത്ത് അയോധ്യയിലെ ജനങ്ങൾക്കുണ്ടായ തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടായില്ലല്ലോ എന്ന് കേരളത്തിലെ ഇവരുള്ളവർ ചിന്തിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ അഡ്വക്കേറ്റ് പറഞ്ഞ ഒരു കാര്യം കൂടി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഓരോ വീട്ടിലും ഞങ്ങൾ പോയപ്പോൾ ഈ സർക്കാരിന്റെ ഭരണത്തിന്റെ ഇരകളെ കാണാൻ സാധിച്ചു. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസമായി മാറിയത്, ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറിയത്. ഈ സർക്കാരിന്റെ ഭരണത്തിലുണ്ടായിരിക്കുന്ന വിരുദ്ധ വികാരത്തിലെ ഇരകളെ ഓരോ വീട്ടിലും കാണാൻ സാധിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം കണക്കെടുത്ത് പറയുന്നുണ്ട്. എങ്ങനെയാണ് കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിന് 16 തൊഴിലാളികൾക്ക് അവിടുത്തെ ക്ഷേമനിധിയിൽ നിന്ന് 16 മാസത്തെ പണം കൊടുക്കാനുണ്ട്. കാരുണ്യ ബെനവലന്റ് സ്കീം ഇല്ല. കാസ്പ് ഒരു സ്വകാര്യ ആശുപത്രിയിലും എടുക്കുന്നില്ല. ജീവനക്കാരുടെ 19% DA ക്ഷാമബത്ത കൊടുക്കുന്നില്ല. പെൻഷൻ എവിടെ? ശമ്പള പരിഷ്കരണം, പേ കമ്മീഷൻ പുതുതായിട്ട് വരാൻ പോകുന്നു. പഴയതിൻ്റെ കുടിശ്ശിക പോലും കൊടുത്തു തീർത്തിട്ടില്ല. അപ്പോൾ ഇതൊന്നും വോട്ടായിട്ട് മാറില്ലേ? ലളിതമായ ഒറ്റ ചോദ്യം: തപാൽ വോട്ടുകളിൽ നിങ്ങൾക്ക് കുറവ് വന്നതിൻ്റെ കാരണം എന്തായിരിക്കും? 2 ചോദ്യത്തിന് ഉത്തരവുണ്ട്. അതിന് മുമ്പ് ഒറ്റ വാക്കൂടെ പറയാം. ഇതിൻ്റെ എല്ലാം ആഖ്യാനം കൊണ്ടിരുന്നത് CPM-ന് മാത്രം എന്തോ കുഴപ്പം പറ്റി. അതാണല്ലോ പറയുന്നത്. കെ കരുണാകരൻ്റെ മകൾ BJPയിലേക്ക് പോയി. BJPക്ക് കേരളത്തിൽ സ്വീകാര്യത ഉണ്ടാക്കിയതിന് ഒരു കുറ്റമില്ല. AK ആന്റണിയുടെ മകൻ അങ്ങോട്ട് പോയപ്പം ചില ആളുകൾ പറഞ്ഞല്ലോ, എന്തോ ഒരു പ്രശ്നമൊക്കെ പറഞ്ഞല്ലോ, പിതൃവായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞല്ലോ. പക്ഷേ AK ആന്റണിയുടെ മകൻ അങ്ങോട്ട് പോയിട്ട് ആർക്കും ഒരു വിഷമമില്ല. അങ്ങനെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരുടെ മക്കൾ അങ്ങോട്ട് ക്യൂ ആയി പോയത് മാത്രമല്ല, ഈ BJPക്ക് വേണ്ടി മത്സരിച്ചവരിൽ 4 പേരോ 5 പേരോ പഴയ കോൺഗ്രസ്സുകാരാണ്, പഴയ UDFകാരാണ്. ഇതെല്ലാം ഇങ്ങനെ ഒഴുകിപ്പോയിട്ട് BJPക്ക് ഇവിടെ സ്വീകാര്യത ഉണ്ടാക്കി കൊടുത്ത
ഒരു നിലപാട് നടപ്പാക്കിയ കോൺഗ്രസിന് യാതൊരു ഉത്തരവാദിത്വമില്ല. പക്ഷേ മുഴുവൻ ഉത്തരവാദിത്വം അനിൽ ആന്റണി ജയിച്ചെങ്കിൽ പറയാമെന്ന് മാത്രമല്ല അനിൽ ആന്റണി സുരേന്ദ്രൻ പിടിച്ച വോട്ട് പോലും പിടിച്ചില്ല. ശ്രീ അനിൽകുമാർ, ഞാൻ പറയട്ടെ അരുൺ മനസ്സിലാക്കാത്ത എന്താണ്? അരുണ് ദയവായി മനസ്സിലാവാത്ത എന്താണ്? ഞങ്ങൾ മനുഷ്യന് വോട്ട് ചെയ്തതിനെ കുറിച്ചാണ് പറഞ്ഞത്. അരുൺ ആന്റണി ജയിച്ചോന്നല്ല ഞാൻ പറയണത്. BJPക്ക് എങ്ങനെ വോട്ട് വർദ്ധിച്ചു? ഒരു ഉത്തരം ഞാൻ പറഞ്ഞു. ആ ഉത്തരത്തിൽ പറയുന്നത് ഇവിടെ നടന്ന വർഗീയവൽക്കരണമാണ്. കുന്തിരിക്കം കരുതിക്കോ അവലും മരുന്നും കരുതിക്കോ എന്നൊരു കൂട്ടർ വിളിച്ചാൽ അതിന് പ്രതിഫലനം ഉണ്ടാകും. അത് ഹിന്ദുത്വ രാഷ്ട്രീയം മുതലെടുത്തു എന്നാണ് എൻ്റെ ഒരു ഉത്തരം. അതിനെ പിന്തുണച്ച UDFന് അതിൻ്റെ ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ മനസ്സിലാകുകയില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നത്, കോൺഗ്രസ് നേതാക്കന്മാർ ക്യൂ നിന്ന് BJPയിലേക്ക് പോയി. അതിൽ ചെറിയ ആളുകളല്ല, കരുണാകരൻ്റെയും ആന്റണിയുടെയും മക്കൾ. Debate with Arun Kumar.